വനം ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവുമായി മലപ്പുറം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.എസ്. ജോയ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞു. വനംവകുപ്പ് ഓഫീസ് ചുട്ടുകരിക്കും. നാളെ ചൂട്ടുകറ്റയുമായ വനം ഓഫീസുകളിലേക്ക് വരുമെന്നുമാണ് ജോയുടെ പ്രസംഗം. മലപ്പുറം പോത്തുകല്ല് കാഞ്ഞിരമ്പുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു ഭീഷണി പ്രസംഗം. ഞങ്ങൾ പറയുന്നു, സമാധാനപരമായിട്ടാണ് ഈ സമരവുമായി കടന്നു വന്നത്. ഈ പ്രശ്നത്തിന് മണിക്കൂർ വെച്ച് പരിഹാരമുണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് കൊടിയുമായിട്ടാണ് വന്നതെങ്കിൽ നാളെ ഞങ്ങൾ ചൂട്ടുകറ്റയുമായി വരും. ഈ ഓഫീസ് ഞങ്ങൾ ചൂട്ടുകരിക്കും. ഇവിടുത്തെ ഓഫീസർമാരെ അടിച്ചോടിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ജനങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ടുണ്ട്. ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ പൗരന്മാർക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ആ ജീവിക്കാനുള്ള പൗരന്റെ അവകാശത്തെ ചവിട്ടി മേടിച്ചുകൊണ്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഒരു വനം വകുപ്പ് മന്ത്രിക്കും കേരളത്തിൽ വിലസാമെന്ന് വ്യാമോഹം വേണ്ട. ഫ്രാൻസിലെ AI ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യൻ സമയം ഇന്ന് രാത്രിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തും. ട്രംപിന്റെ പുതിയ നയങ്ങളുടെ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായി നടക്കുന്ന ചർച്ച നിർണായകമാണ്. ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ലോകത്തെ രണ്ട് പ്രധാന രാജ്യങ്ങളുടെ തലവന്മാർ. ലോകക്രമത്തെ തന്നെ ചോദ്യം ചെയ്യും തരത്തിൽ ട്രംപിന്റെ നയങ്ങൾ മാറുന്ന ഈ ഘട്ടത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. അനധികൃത കുടിയേറ്റക്കാരോട് സ്വീകരിക്കുന്ന നടപടി, ഊർജ്ജ ഇറക്കുമതി, പ്രതിരോധ മേഖലയിലെ സഹകരണം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിക്ഷേപം, ഇറക്കുമതി ചുങ്കം തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മോദിയും ട്രംപും തമ്മിൽ മൈ ഫ്രണ്ട് ബന്ധമെന്നാണ് പറയുന്നത്. എന്നാൽ ചില വിഷയങ്ങൾ ഈ ചർച്ചയിൽ വരുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. അമേരിക്കയിൽ നിന്നും നാടുകടത്തിയ ഇന്ത്യക്കാരെ കാൽവിലങ്ങും കൈവിലങ്ങും അണിയിച്ചതിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചിരുന്നു. ഇനിയും 18,000-ഓളം ഇന്ത്യക്കാർ നാടുകടത്തൽ പട്ടികയിലുണ്ട്. ഈ വിഷയം ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ വരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ടാണ് മോദി അമേരിക്കയിലെത്തുക. നാളെയാണ് ട്രംപ് മോദി കൂടിക്കാഴ്ച. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.